മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഏകദേശം 7 ദിവസം കഴിഞ്ഞു. അപ്പൊ ഈ 7 ദിവസവും സിനിമ കടന്നുപോയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ വിമർശനങ്ങളും അതുപോലെ സപ്പോർട്ടുകളും നേടി വ്യത്യസ്തമായ തലത്തിലൂടെയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ സഞ്ചരിക്കുന്നത്. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ സിനിമയുടെ സപ്പോർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, സെൻസർ ബോർഡ് സിനിമ കട്ട് ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറയുന്നത്, അതായത് കട്ട് എമ്പുരാനാണ് ഇനിയുള്ള തിയേറ്ററുകളെല്ലാം റിലീസ് ചെയ്തത്. അതിനെന്ന് പറഞ്ഞ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വിദ്വേഷത്തെ ദംശിച്ചെന്നും അതുപോലെ തന്നെ ചില പരാമർശങ്ങൾ എതിരാണെന്നും ചരിത്രം വേറെ രീതിയിലാണെന്നും എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കുറെ വെട്ടി അങ്ങനെ ഏകദേശം 3 മിനിറ്റോളം ഈ ഒരു സിനിമയിൽ, 3 മണിക്കൂറുള്ള ഒരു സിനിമയിൽ കട്ട് ചെയ്താണ് ഇനി വരുന്ന സിനിമ കട്ട് എമ്പുരാൻ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്രയും ഒരു പ്രശ്നങ്ങൾക്കിടയിലും സിനിമ മലയാളത്തിന്റെ അഭിമാനം തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ 200 കോടി ക്ലബിൽ നേടിയ സിനിമ കൂടിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓവർസീസിൽ മാത്രമായിട്ട് ഏകദേശം 100 കോടി കളക്ട് ചെയ്ത സിനിമ കൂടിയാണ് എമ്പുരാൻ. അപ്പം ഈ വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന ഗ്യാപ്പിൽ തന്നെ എമ്പുരാൻ കുതിക്കുകയാണ്, ഒരു രീതിയിലുള്ളത് കുതിക്കുകയാണ്. ഇനി ഏകദേശം 220 കോടിയോളം രൂപയാണ് എമ്പുരാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയാണ് മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്നത്. ഏകദേശം 246 കോടി രൂപയായിരുന്നു അത് കളക്ട് ചെയ്തത്. അപ്പൊ അതിനെ മറികടക്കാൻ ഏകദേശം ഒരു 26-27 കോടി രൂപ കൂടെ മതി. ഈ ഒരു വീക്കെൻഡ് കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. മാത്രമല്ല, ഏപ്രിൽ 10 ആകുമ്പോൾ പല വിഷു റിലീസും ഇറങ്ങുന്നുണ്ട്. ആ ഒരു സിനിമയുടെ എല്ലാം ഗംഭീര റിപ്പോർട്ടാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് എമ്പുരാനെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡിൽ സിനിമ 300 കോടിയിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. പക്ഷെ ഈ ഒരു പോക്കാണെങ്കിൽ 300 കോടിയിലേക്ക് പോകുമെന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ആശീർവാദ് സിനിമാസ് കുറച്ചു മുന്നേ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു റൂസ്വെൽറ്റിന്റെ ഒരു വാക്കുകളാണ് അവിടെ ഷെയർ ചെയ്യുന്നത്, പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇത്രത്തോളം വിവാദത്തിനുള്ള കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആ ഒരു സിനിമയെ രീതിയിൽ തന്നെ കാണുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ. പക്ഷെ ചരിത്രം പറയുമ്പോൾ എല്ലാം പറയണം എന്നുള്ളത് മറ്റൊരു വാദഗതിയും അപ്പുറത്ത് തന്നെ നിപ്പുണ്ട്. അത് സത്യമാണ് എന്ന്. പക്ഷെ ഇതൊരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ്, ഖുറേഷി എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ലോകമാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ എന്നുള്ളത് അവിടെ നിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും രണ്ട് രീതി, അപ്പൊ സപ്പോർട്ടായാലും എഗനിസ്റ്റ് ആയാലും വളരെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ഒരു കുലുക്കോ സഞ്ചരിച്ചില്ല. അതേ വാദഗതി തന്നെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒരു പാൻ ഇന്ത്യൻ ഇമ്പാക്ട് ഉണ്ടാക്കി ഈ ഒരു സിനിമ കൊണ്ട് തന്നെ, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് തന്നെ. അപ്പോൾ സിനിമ അതേ രീതി തന്നെ കുതിക്കുകയാണ്. അപ്പൊ വർക്കിംഗ് ഡേയിൽ തന്നെ കേരളത്തിൽ ഏകദേശം 7 കോടി 8 കോടിയോളം കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു സിനിമയുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പോലും സിനിമ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എമ്പുരാൻ കുതിക്കുകയാണ് മലയാളത്തിന്റെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സീറ്റിലേക്ക്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു കട്ട് എമ്പുരാൻ വന്നുകൊണ്ട് തന്നെ ഈ ഒരു കളക്ഷൻ എല്ലാം കുറയുമോ, അല്ലെങ്കിൽ ഒരു വിഷു ഒക്കെ ആകുമ്പോൾ എമ്പുരാന്റെ ഹൈപ്പ് കുറയുമോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.